ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്രിക്ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഇംഗ്ലണ്ടിനെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തി ടീം ഇന്ത്യ 2026 T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് വിജയിച്ച ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 253 എന്നൊരു കൂറ്റൻ സ്കോർ സ്വന്തമാക്കി. നമുക്കറിയാം, വാങ്കഡയുടെ പിച്ചിൽ എപ്പോഴും ഹൈ സ്കോറിംഗ് വെന്യൂ ആണ്. ഈ വെന്യൂവിൽ തന്നെ ഈ ചാമ്പ്യൻഷിപ്പിലെ ഫസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ അമേരിക്കയുമായി കളിച്ചപ്പോൾ വെറും 161 റൺസാണ് ഇന്ത്യക്ക് നേടാൻ സാധിച്ചത്. പക്ഷെങ്കിൽ പോലും ഇംഗ്ലണ്ടിന് സെമിയിൽ വന്നപ്പോൾ, നോക്കൗട്ട് മാച്ചിൽ വന്നപ്പോൾ ഇന്ത്യക്ക് 253 റൺസ് നേടാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. മലയാളി താരം സഞ്ജു വി സാംസന്റെ 42 ബോളിൽ 89 ഉയർന്ന സ്കോർ. കഴിഞ്ഞ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരത്തിൽ സഞ്ജു എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അഭിഷേക് ശർമ്മയും സഞ്ജു വി സാംസനുമാണ് ഓപ്പൺ ചെയ്തത്. അതിൽ അഭിഷേക് ശർമ്മയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 2 ബൗണ്ടറികൾ നേടിയെങ്കിലും വിൽ ജാക്സിന്റെ ബോളിൽ അദ്ദേഹം ഔട്ടാകുകയായിരുന്നു. തുടർന്ന് വന്ന ഇഷാൻ കിഷൻ വളരെ നല്ലൊരു പ്രകടനമായിരുന്നു. 18 ബോളുകളിൽ നിന്ന് 39 റൺസ് നേടുവാനായിട്ട് ഇഷാൻ കിഷന് സാധിച്ചു. സൂര്യകുമാർ യാദവ് ചെറിയൊരു സംഭാവന നൽകി. തിലക് വർമ്മ 7 ബോളുകളിൽ നിന്നാണ് 21 റൺസ് നേടിയത്. ശിവൻ ഡുവെയാണ് 2 ഡൗൺ പൊസിഷനിൽ വന്നത്. ശിവൻ ഡുവെ 25 ബോളുകളിൽ നിന്നും 43 റൺസ് നേടി. ഹാർദിക് പാണ്ഡ്യ വളരെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. എന്തുതന്നെയാലും 7 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 253 എന്നൊരു കൂറ്റൻ സ്കോർ സ്വന്തമാക്കാനായിട്ട് ടീം ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ്. പവർ പ്ലേ കഴിയുമ്പോൾ തന്നെ 67 റൺസിന് 1 വിക്കറ്റ് മികച്ച നിലയിലായിരുന്നു ഇന്ത്യ. അതിനുശേഷം വന്നവരെല്ലാവരും, വരുന്നവരും പോകുന്നവരും അടിയോടടി എന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ്. അതായത് എല്ലാവരെയും അറ്റാക്ക് ചെയ്ത് കളിക്കുക, ആക്രമിച്ച് കളിക്കുക എന്നുള്ളൊരു ശൈലി. അതായത് വിക്കറ്റ് പോയാലും ആക്രമിച്ച് കളിക്കുക എന്നുള്ളൊരു ശൈലി ഇന്ത്യ കുറച്ച് കാലങ്ങളായിട്ട് പിന്തുടരുന്നുണ്ട്. അതുതന്നെയാണ് ഇന്നലെയും സംഭവിച്ചത്. 253 റൺസ് ഇന്ത്യ നേടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായാലും അത് ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്കോറാണ്, വലിയൊരു സ്കോർ ആയതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് അത് എടുക്കില്ല എന്ന് വിചാരിച്ചു. മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ട് വളരെ ശക്തമായിട്ട് തന്നെ അതിനെ പ്രതിരോധിച്ചു. 246 റൺസ് നേടുവാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിച്ചു എന്നുള്ളതാണ്. 7 റൺസിനാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത്. എടുത്തു പറയേണ്ട പേര് ജേക്കബ് ബദലാണ്. 48 ബോളുകളിൽ നിന്നും 105 റൺസ് നേടുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അത് അവരുടെ ഓപ്പണിംഗ് പെയറിലേക്ക് വരുമ്പോൾ ഫിലിപ്പ് സാട്ടും ജോസ് ബട്ട്ലറും തന്നെയായിരുന്നു. ഫിലിപ്പ് സാട്ടിനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ജോസ് ബട്ട്ലർ ഒരു 25 റൺസ് നേടുവാനായിട്ട് ജോസ് ബട്ട്ലർക്ക് സാധിച്ചു. ഹാരി ബ്രൂ വളരെ വേഗത്തിൽ തന്നെ ഔട്ടായി. അതിന് ടോം ബാൻഡിനാണ് 17 റൺസ് നേടി. 5 ബോളുകളിൽ നിന്നാണ് അദ്ദേഹം അത്രയും റൺസ് നേടിയത്. പിന്നീട് വന്ന വിൽ ജാക്സും ജേക്കബ് ബദലും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പാണ് അവരെ ഈ സ്കോറിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ചെന്നുള്ളതാണ്. സാം കുറാൻ 10-18 റൺസ് നേടിയെങ്കിലും ഒരുപാട് ബോളുകൾ അദ്ദേഹം എടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരു മെല്ലപ്പോക്കും അവരുടെ ഒരു വിജയത്തിന് തടസ്സം ആയി എന്ന് തന്നെ പറയാം. അതുപോലെ ജെയ്മി ഓവർട്ടനും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ വിൽ ജാക്സിൻ്റെയും ജേക്കബ് ബദലിൻ്റെയും ഒരു ബാറ്റിംഗ് പ്രകടനമാണ് അവരെ ഈ 246 എത്തിക്കുവാനായിട്ട് സാധിച്ചത്. ഇനി ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് വേണ്ടി ആദിൽ റഷീദ് മികച്ച രീതിയിൽ ഒരു ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. 4 ഓവറിൽ 41 റൺസിന് 2 വിക്കറ്റ്. വിൽ ജാക്സ് 4 ഓവറിൽ 40-ന് 2 വിക്കറ്റ്. ബാക്കി എല്ലാവർക്കും കണക്കറ്റ് അടി കിട്ടി എന്നുള്ളതാണ്. അവരുടെ സ്റ്റാർ ബോളറായിട്ടുള്ള ജോഫ്ര ആർച്ചർ 4 ഓവറിൽ നിന്നും 61 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബുംറ, ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ആൻസറേ ഉള്ളൂ, അത് ബുംറ എന്നുള്ളതാണ്. ബുംറ 4 ഓവറിൽ 33 റൺസിനാണ് 1 വിക്കറ്റ് വീഴ്ത്തിയത്. ഹാർദിക് പാണ്ഡ്യ 4 ഓവറിൽ 38 റൺസിന് 2 വിക്കറ്റ് വീഴ്ത്തി. ലാസ്റ്റ് ഓവറുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പം നിർണായകമായിട്ടുള്ള, അതായത് ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെ ജയിക്കാൻ ലാസ്റ്റ് 3 ഓവറിൽ 45 റൺസ് എന്നൊരു നിലയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം ബുംറ എറിയാൻ വന്നപ്പോൾ ബുംറ വിട്ടുകൊടുത്തത് വെറും 6 റൺസാണ്. അങ്ങനെ 12 ബോളിൽ 39 റൺസ് എന്നൊരു നിലയിലേക്ക് അവസ്ഥയിലേക്ക് ഇംഗ്ലണ്ട് എത്തുകയായിരുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ അടുത്ത ഓവറിൽ 9 റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത്. അങ്ങനെ ലാസ്റ്റ് ഓവറിൽ ജയിക്കാൻ വേണ്ടിയിട്ട് 30 റൺസാണ്. ആ 30 റൺസിൽ ശിവൻ ഡുവെയാണ് ലാസ്റ്റ് ഓവർ എറിയാൻ വന്നത്. അദ്ദേഹത്തിന് 22 റൺസ് അടി കിട്ടിയെങ്കിൽ പോലും 7 റൺസിന് ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചു. എന്തായാലും രാജകീയമായിട്ട് തന്നെയാണ് ഇന്ത്യ
ഫൈനലിലേക്ക് കടന്നത്. ഇത് നമുക്കറിയാം, ഇതൊരു ഒരു ബാറ്റിംഗ് പിച്ച് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അടിക്കുന്നു. കാരണം രണ്ട് സൈഡിലും നല്ല ബാറ്റ് ചെയ്യാനുള്ള ശേഷിയുള്ള പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ട് 7 റണ്ണിന് ഇന്ത്യ ജയിച്ചു. 8-ാം തീയതി ഞായറാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ നേരിടും. അവിടെയും ഇന്ത്യക്ക് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് മുന്നേറാൻ സാധിക്കട്ടെ. ഇതിനകത്ത് ഏറ്റവും കുറച്ച് റെക്കോർഡുകളുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഒരു റൺസ് T20 പിറക്കുന്ന രണ്ടാമത്തെ സ്കോറാണ് ഇന്ത്യയുടേത്. 499 റൺസാണ് രണ്ട് ടീമുകൾ നേടിയത്. 517 റൺസ് നേടിയ സൗത്ത് ആഫ്രിക്കയും ന്യൂസിലൻഡുകളുടെ മത്സരമാണ് ഏറ്റവും ടോപ്പ് നിൽക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് നടന്ന മത്സരത്തിൽ 496 റൺസ് നേടുവാൻ രണ്ട് ടീമുകൾക്കും സാധിച്ചിരുന്നു. അതിനെ മറികടക്കുന്ന രീതിയിലാണ് 499 റൺസ് ഈ മത്സരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് 34 സിക്സറുകളാണ് ഈ മത്സരത്തിൽ പറഞ്ഞത്. 19 സിക്സ് ഇന്ത്യയും 15 സിക്സ് ഇംഗ്ലണ്ടും നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നോക്കൗട്ട് മത്സരത്തിൽ സെഞ്ചുറി അടിക്കുന്ന പ്ലെയറായിട്ട് ജേക്കബ് ബദേൽ മാറിയിട്ടുണ്ട്. അങ്ങനെ നിരവധി റെക്കോർഡുകൾ ഈ മത്സരത്തിൽ പറഞ്ഞു. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള മത്സരമായിരുന്നു. ഫൈനലിലേക്ക് ഇന്ത്യ കടന്നിരിക്കുകയാണ്. എന്തായാലും ഫൈനലിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും എല്ലാവരും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.